കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു പയ്യൻ വന്നിട്ട് ഞാനാണെങ്കിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കുളിക്കാൻ കയറാൻ തുടങ്ങിയപ്പോഴാണ് വന്ന് ബെല്ലടിക്കുന്ന കേട്ടോണ്ട് ഞാൻ നോക്കിയത്. അത് ഞാൻ ചോദിച്ചു എന്താ കാര്യം, അത് കൊച്ചു പ്രേമൻ ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് സമയമില്ല. അല്ല അതൊരു 10 ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, എനിക്ക് ഷൂട്ടുണ്ട്, ഇപ്പോൾ വണ്ടി വരും, ഞാൻ പെട്ടെന്ന് കുളിച്ച് എനിക്ക് പോകണം. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു, കഥ അടച്ചിട്ട് ഞാൻ പോയി കുളിച്ചു. കാരണം വന്നത് യൂട്യൂബറാണോ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ കഥക് തുറന്നിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റൂല. ഞാൻ ആ പയ്യൻ നിൽക്കാതെ തന്നെ കഥക് അടച്ചു. അപ്പൊ പുള്ളിയുടെ കയ്യിൽ മൊബൈൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു നീ ഫോട്ടോ എടുക്കുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്നകത്ത് കയറി കഥ അടച്ചു. കാരണം ഒരു പന്ന നൈറ്റിയൊക്കെ ഇട്ടായിരുന്നു ഞാൻ നിന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പം അവിടെ പയ്യന്മാർ ചോദിച്ച് ഇപ്പം മുത്തശ്ശിയായിട്ടാണ് ചെയ്യുന്നത്. മുത്തശ്ശിയുടെ വീടിന് എന്ത് പറ്റി? ഞാൻ ചെന്തടേ അത് കൊച്ചു പ്രേമൻ ചേട്ടൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന് ചോദിച്ചു. അത് ഇപ്പോൾ ഒരു പരിതാപകരമാണ് അവസ്ഥ. പിന്നെ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ചേച്ചി അറിയാത്ത ഭാര്യമാരുണ്ടോ കൊച്ചു പ്രേമന്? പോടാ അത് അല്ല 1 വർഷം 3 കല്യാണം കഴിച്ചു എന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ ഈ 38 വർഷമായിട്ട് ഞാൻ തന്നെ ആയിരുന്നു ഭാര്യ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി പുള്ളി മരണപ്പെട്ട് പോയി, ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ വളച്ചൊടിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കുന്നതല്ല. അങ്ങനെ ഒരു മനുഷ്യനെ അപകീർത്തികരമായിട്ടൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആക്കുമ്പോൾ എനിക്കത് വിഷമമാണ്. ഞാനത് മോനോടെയും പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞ അമ്മ അത് വേണ്ട, അച്ഛനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് അമ്മയ്ക്കും വിഷമോ എനിക്കും വിഷമോ, അതുകൊണ്ട് വേണ്ടമ്മ എന്ന് പറഞ്ഞു.